ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ തിങ്കളാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഉച്ച വരെയുള്ള വിശേഷം പറഞ്ഞ് ഉച്ച തിരിഞ്ഞ് വരെ ചായ കൂടി വരെയുള്ള വിശേഷം പറഞ്ഞ് നിർത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു. അപ്പോൾ ഇന്ന് ശരിക്ക് ആദ്യം എണീറ്റത് ഡാഡി തന്നെയാണ് കേട്ടോ. ഡാഡി എണീറ്റ് ഡാഡിയുടേതായ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും ഞാനും പതുക്കെ എണീറ്റു. ഇപ്പോൾ എനിക്ക് എന്തോ അങ്ങനെ ഉറക്കക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. മെഡിസിൻസൊക്കെ കൃത്യമായി ഇതിൻ്റെയൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ എണീക്കാനായിട്ട് കുറേ ലേറ്റാവും. അപ്പോൾ ഞാൻ വന്ന് നിൽക്കുമ്പോൾ സ്കൂൾ ബസ്സൊക്കെ പോകുന്ന സമയമാണ് കേട്ടോ. ഈ സമയത്ത് അതായത് ഒരു 7:30 തൊട്ട് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ഞാൻ എണീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് സമയം ഒരു 7:30 എന്ന് ഞാൻ പറയണത്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ആ സമയത്ത് നിറച്ച് വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ശരിക്കും ഇത് പുറത്തിങ്ങനെ നോക്കി നിന്ന സമയത്ത് ഈ സ്കൂൾ ബസ്സുകളും കാര്യങ്ങളും പോകുമ്പോൾ കുറേ കുട്ടികൾ കൈ കൊണ്ടൊക്കെ കാണിക്കും കേട്ടോ. എനിക്ക് സത്യത്തിൽ ഇവിടുന്ന് അവരെ കണ്ടാൽ അറിയില്ലെങ്കിലും അവർ കാണിക്കുമ്പോൾ ഞാനും ഒപ്പം കൈ കാണിക്കും. അപ്പോൾ ഡാഡിയുടെ പേപ്പർ വായനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് ഇപ്പോൾ കയറണുള്ളൂ. കയറി നിങ്ങൾക്കറിയാലോ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരി ഏകദേശം ആയി തുടങ്ങി. ഏറ്റവും എന്നാലും ഒരു ഇത്തിരി നേരമല്ലേ കത്തിക്കണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ശരിക്ക് ഇന്ന് ഗോതമ്പ് ദോശയും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഡിവൈൻ എണീറ്റ് വരുമ്പോൾ ഡിവൈൻ്റെ ചമ്മന്തി നല്ലതാണ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് പൊടിയൊക്കെ എടുക്കുമ്പോഴേക്കും ഡാഡി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് കഴിഞ്ഞു. ശരിക്കും ഉപ്പ് കഴിയാൻ പാടില്ല അത്രയും വീട്ടിൽ. അപ്പോൾ ഞാൻ എന്ത് കാണിച്ചെന്ന് വെച്ചാൽ മറ്റേ സോൾട്ട് ആൻഡ് പെപ്പർ ഉണ്ടല്ലോ, അതിലത്തെ ഉപ്പ് എടുത്തിട്ട് കുപ്പിയിലിട്ടു. എന്തോ അറിയില്ല, പെട്ടെന്ന് ഉപ്പ് അങ്ങനെ കഴിയാറില്ല, ഒരു തുണ്ടുള്ളൂ. അപ്പോൾ ഞാൻ ഡാഡിയോട് പറഞ്ഞു ഉപ്പ് വേണമെന്നാണ്. അപ്പോൾ ഡാഡി ഉപ്പ് വാങ്ങിക്കാൻ പോയത്. ഉപ്പും പിന്നെ സാധാരണ ഗുഡ് ലൈഫ് ഉണ്ടെങ്കിലും ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും 2 പാക്കറ്റ് പാല് കൊണ്ടുവരും. കാരണം കുട്ടികൾക്ക് ഇവിടെ കാപ്പി നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുവരും. അപ്പോൾ ഡാഡി അത് കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് രാവിലേക്കുള്ളതും കൂടി വാങ്ങിയിട്ട് വന്നു. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ താഴത്ത് പണ്ട് തൊട്ടേ ഉള്ളതാണ് കേട്ടോ. കുട്ടികൾക്ക് ഡയപ്പറും വെറ്റ് വൈപ്സ് എപ്പോഴും താഴെ വയ്ക്കും, കാരണം ഓടി മുകളിലേക്ക് പോയിട്ട് എടുക്കാണ്ടിരിക്കാൻ. അപ്പോൾ ഡാഡി ഈ സാധനങ്ങൾ വാങ്ങി കൊണ്ടുവരുന്നതോട് കൂടിയിട്ട് ദോശയും വടയും വാങ്ങിയിട്ട് വന്നു. അപ്പോൾ പിന്നെ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ നിന്നില്ല, അങ്ങോട്ട് മാറ്റി വെച്ചു. കാരണം എന്താ വെച്ചാൽ ഡോണിന് നേരത്തെ പോകണമായിരുന്നു. പിന്നെ എനിക്കാണെന്ന് വെച്ചാൽ ശനി ഞായറും മറ്റേ മരിച്ച വീട്ടിൽ പോക്കും വരവും ഒക്കെ ആയി. പിന്നെ ഇന്നലെ മുനമ്പത്തേക്ക് പോയി ആൻസൻ്റെ വീട്ടിൽ പോയി. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 2 ദിവസത്തെ വർക്ക് മൊത്തം പെൻഡിങ്ങിലാണ്, കംപ്ലീറ്റ് എടുക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ആനവാലിൻ്റെ വളാട്ടാ. ഇന്നലെ തോമുവിൻ്റെ കൈമിട്ട് കാണിച്ചിട്ട് ഇന്ന് കുറേ കുട്ടികൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുഞ്ഞേ കുട്ടികൾക്ക് കണ്ടമാനം കൊടുത്തു കേട്ടോ. ആ ആനവാലിൻ്റെ വള എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞ് സൈസ് തൊട്ട് വലിയ സൈസ് വരെയുണ്ട്. അപ്പോൾ അത് ശരിക്കുള്ള ആനവാലമൊന്നും ആവില്ല കേട്ടോ ചിലപ്പോൾ. അപ്പോൾ എന്നാലും നല്ല ഭംഗിയാണ്. റീപ്ലേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു വട്ടം വാങ്ങിച്ചാലും നമ്മൾ റീപ്ലേറ്റ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന സാധനമാണെന്ന് അറിയാമല്ലോ, നമ്മളുടെ ഐറ്റംസ് അങ്ങനത്തെയാണ്. അങ്ങനെ പാച്ചു എണീറ്റ് വന്നു. പാച്ചു വന്ന് അടുക്കളയിൽ ഇരുന്നിട്ട് പാത്രങ്ങൾ കൊണ്ടുള്ള കളിയാണ്. അവന് ഇതാണ് മെയിൻ സംഭവം കേട്ടോ. അപ്പോൾ തോമ് കോട്ടയത്ത് പോകുമ്പോഴും പറയണ കേട്ടിട്ടുണ്ട്, അവിടെ അമ്മാമ്മയുടെ അടുത്തിരുന്നിട്ട് കിച്ചണിലിരുന്ന് കുക്കറോണ്ടൊക്കെ ഇരുന്ന് കളിക്കുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മൈൽ സ്റ്റോണാന്ന് തോന്നുന്നുണ്ട് കുട്ടികളുടെ ഇങ്ങനെ ഇത്. അങ്ങനെ അപ്പം പുറത്ത് പോകാൻ നിന്നപ്പോൾ 2 പേരക്കുട്ടികളും പിന്നാലെ പോയി. 2 ഒരാൾ മുൻപിലും ഒരാൾ പിന്നിലും. അപ്പം ഞാൻ ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഒരു 2-3 വർഷം മുമ്പ് ഇതുപോലെയൊക്കെ ഒന്ന് ആവണം എന്ന് മനസ്സുകൊണ്ട് സ്വപ്നം കണ്ടതാണ്. കാരണം നമ്മുടെ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായി. അപ്പോൾ നമ്മളുടെ വീടുകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുറ്റത്ത് വെള്ളത്തുണിയും കുഞ്ഞുടുപ്പൊക്കെ ഇങ്ങനെ തോരയിടുമ്പോഴാണ് നമ്മൾ അയ്യോ ആ വീട്ടിലൊരു ഉണ്ണി വന്നു എന്നറിയാം. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞാൻ കുറേ സത്യത്തിൽ ഇങ്ങനെ മനസ്സുകൊണ്ട് നമ്മുടെ വീട്ടിലും ഇങ്ങനെ വരണേ തമ്പുരാനേന്ന് ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എനിക്കിതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഞാൻ അന്ന് ആഗ്രഹിച്ചത് ദൈവം എനിക്ക് തന്നില്ലോ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷവും തമ്പുരാനോട് നന്ദിയും പറയും. അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ടാങ്ക് ഞാൻ ഇന്നാളും കാണിച്ചു തന്നു, കൂടി വരികയാണ്. അപ്പോൾ ഡാഡി പറഞ്ഞു ഏതാണ്ട് ഒരു എന്താ പറയുക, നമ്മൾ കിണർ ചേറെടുക്കുക അല്ലെങ്കിൽ കാന കോരി വൃത്തിയാക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരവസ്ഥയായി. അപ്പോൾ ഡാഡി അത് വൃത്തിയാക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു അതവിടെ കിടന്നോട്ടെ പിന്നീടാവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചപ്പോൾ ഡിമ്പിൾ രാവിലെ നിന്ന് ചീരുപ്പേരിയും ഉണക്കപ്പയർ ചാറ് വയ്ക്കുകയും ചെയ്തത് കേട്ടോ.
കാരണം ഇന്നലെയൊക്കെ ഈ ഇറച്ചിയും മീനും അതൊക്കെ ആയിട്ട് ഇന്ന് അങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എളുപ്പപ്പണിക്ക് ഡിംപിൾ അതാ ചെയ്തത്. കാരണം എനിക്കിന്ന് പുറത്തേക്കൊന്ന് പോകണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് പതുക്കെ പുറത്ത് പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാഡോസിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാണ് ഷാഡോസ് ലേഡീസ് കോർണർ. അപ്പോൾ നമ്മളുടെ കോർണറിലുള്ള കട നടത്തറ പള്ളിയിലേക്ക് തിരിയണ തിരിവിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഷോപ്പ് മറ്റേ സിഗ്നലിൽ നിന്ന് നോക്കിയാലും കാണാം. അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവരും പറയും ആ ഡിംപിളുടെ ഫോട്ടോ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറയും എപ്പോഴും കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ എല്ലാ ഒക്കേഷൻസിലും, അതായത് ക്രിസ്മസ്, ഓണം അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാനൊന്ന് അവിടെ കയറാറുണ്ട്. കാരണം ആ കുട്ടികളായിട്ട് ഞാൻ നല്ല അടുപ്പാണ്, ഞാനും ഡിംപിളും നല്ല അടുപ്പാണ്. അപ്പോൾ പുതിയ സ്റ്റോക്ക് വരുമ്പോൾ അപ്പം അവർ വിളിക്കും, ആൻറ്റി ഇതേ നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അവിടെ നിന്ന് പോയിട്ട് 1-2 എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എനിക്ക് കുറച്ച് ഷോളുകൾ വേണം. കാരണം പള്ളിയിലേക്ക് പോകുമ്പോൾ ഷോൾ ഇടുന്നത് സെറ്റല്ല. അതിപ്പോൾ ഞാൻ ഫുൾ കുർത്തയല്ലേ യൂസ് ചെയ്യണത്. ചുരിദാർ സെറ്റാണെങ്കിൽ അതിൻ്റെയൊക്കെ ഷോൾ ഉണ്ടാവും. ഇത് ഈ കുർത്തയ്ക്ക് എൻ്റെ കയ്യിലുള്ളതൊക്കെ കസവിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ഷോൾ എടുക്കാം. അതോട് കൂടിയിട്ട് ക്രിസ്മസ് അല്ലേ, വാലായ്മയ്ക്ക് കറുപ്പും വെള്ളയാണല്ലോ അധിക ഭാഗം വേണ്ടത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഉണ്ട് കറുപ്പ്, എങ്കിലും ഞാൻ വിചാരിച്ചു ഒരെണ്ണം നോക്കിയിട്ട് നല്ലതുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ സാരികളുടെ ബ്ലൗസുകൾ സ്റ്റിച്ച് ചെയ്യുക, ഡിംപിളുടെ ഫ്രോക്ക് ഒക്കെ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യുക. ഞങ്ങളുടെ മാത്രമല്ല, എൻ്റെ ഇവിടെ ചേട്ടൻ്റെ മോളുണ്ട് ടുട്ടു, അവളുടെ എല്ലാതും ഭയങ്കര ഭംഗി, എല്ലാവരും പറയും നല്ല ഭംഗിയുള്ളതൊക്കെ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഡിംപിൾ പുതിയ സ്റ്റോക്കുകൾ നോക്കണം കേട്ടോ. നല്ല എന്താ പറയുക, നല്ല സ്ട്രെച്ചബിൾ ടൈപ്പ് ബനിയൻ സ്റ്റഫിൻ്റെ, അതായത് ബോഡിയിലിട്ട് അവിടെ ഷേപ്പിൽ കിടക്കുന്ന പോലെ ടോപ്പുകൾ. അതൊരു 6-7 കളറുണ്ട് കേട്ടോ, ഭയങ്കര ഭംഗി. അപ്പോൾ ഡിംപിൾ നോക്കിയപ്പോൾ പൊന്നുവിന് പാകമുള്ളതില്ല, ചെറുതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു എങ്ങനെ നോക്കുമ്പോഴും ഒരു രക്ഷയില്ല. അങ്ങനെ ഓരോ ഭാഗവും നോക്കിയപ്പോഴും ക്രോപ്പ് ടോപ്പുകളൊക്കെ ഏറ്റവും ഭംഗിയുള്ളതാണ് വന്നേക്കണേ. നമ്മൾ നല്ല എന്താ പറയുക, ഈ ബ്രാൻഡഡ് സാധനങ്ങളില്ലേ അതുപോലെയുള്ള ഹക്കോബയുടെ കുറേ വന്നിട്ടുണ്ട്, 2 പീസ് വന്നിട്ടുണ്ട്. ഇത് ഗൗണാണ് കേട്ടോ, ഒക്കെ അധികം വിലയില്ലാത്തത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്രോപ്പ് ടോപ്പുകൾ പറഞ്ഞില്ലേ, ഈ ക്രൂഷോൻ്റെ ഇപ്പോഴത്തെ പാറ്റേൺ നല്ല എന്തോരം നമ്മൾ വിചാരിക്കില്ല. പുറത്തുനിന്ന് കാണുമ്പോൾ ഈ കടയുടെ ഉള്ളിൽ ഇത്രയും നല്ല നല്ല സാധനങ്ങളുണ്ടെന്ന് ഒരിക്കലും വിചാരിക്കില്ല. പ്രത്യേകിച്ച് നടത്തറയിൽ എന്നൊക്കെ പറയുമ്പോൾ നടത്തറയൊക്കെ ഉൾപ്രദേശം എന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. പക്ഷേ ഈ ഷോപ്പിൽ വന്ന് സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ നെല്ലികുന്ന് സ്കൂളിൽ നിന്ന് കണ്ടമാനം കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ടീനേജ് കുട്ടികളുടെ. അപ്പോൾ നോക്കിയപ്പോൾ ഷർട്ടുകളും കാര്യങ്ങളും ഇതൊക്കെ 2 പീസാണ് കേട്ടോ, കുഞ്ഞ് ടോപ്പ് ഉള്ളിലിട്ടിട്ട് മോളിൽ കൂടെ ഒരു ഷർട്ട്. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ടൗണിൽ കാണുന്ന പാറ്റേൺ ഷോപ്പുകളിലെ പാറ്റേണിനേക്കാളും കുറേ കൂടുതൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ ചെക്ക് കാണുന്നതാണ് ഞാൻ പറഞ്ഞത് 2 പീസാണ്. അപ്പോൾ ഇത് അതുപോലെ വൈറ്റ് ഹക്കോബയുടെ ഫുള്ള്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഷ്രഗ് ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഡ്രസ്സായി. അപ്പോൾ നമ്മളുടെ ക്രിസ്മസിൻ്റേതായ തീമിലുള്ള എല്ലാ സാധനങ്ങളും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഓഫ് വൈറ്റ്, പിന്നെ നമ്മുടെ റെഡ് ആൻഡ് വൈറ്റ്, അങ്ങനെയുള്ള ഒരുവിധം എല്ലാതും വന്നിട്ടുണ്ട്. അപ്പോൾ ഡിംപിള് ഷാഡോസിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി ഉണ്ട് എന്നിട്ട് പോന്നപ്പോൾ ഞാൻ എനിക്കും സുഖമായില്ലോ, ഒരു വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ, നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ എവിടെ പോയാലും ഞാനിതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. 1-2 കുട്ടികൾ പറയുന്നുണ്ട് കണ്ടൻറ് ഇല്ലാണ്ടാവുമ്പോൾ നിങ്ങൾ ചെയ്യണതാണോ ഈ മരണ വീടൊക്കെ എടുക്കണതെന്ന്. അപ്പോൾ അത് ഒരു കുട്ടി അങ്ങനെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ 1-2 കുട്ടി ഞാനതിൽ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. പലരും എടുത്തത് എനിക്ക് അയച്ചു തന്നതാണ്, ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കണേന്ന് പറഞ്ഞു. പക്ഷെ കുറ്റം കണ്ടെത്തുന്നവർക്ക് അത് പറയാനല്ലേ തോന്നുള്ളൂ. അപ്പോൾ പിന്നെ അതേപോലെ തന്നെയാണ് ഇവിടെ വന്നതും. ഇനിയിപ്പോൾ ഇതിനും പറയുമായിരിക്കും നിങ്ങൾ പോണത് കണ്ടൻറ്റിനാണോന്ന്. അപ്പോൾ അതൊന്നും ഞാനതിന് മറുപടി പറയാൻ ആളല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പാച്ചുക്കുട്ടൻ കിട്ടിയ സമയം കൊണ്ടുള്ള ബോക്സുകൾ. അവനെ അറിയാലോ നിങ്ങൾക്ക്, ഒതുക്കലും പെറുക്കലാണ് അവൻ്റെ മെയിൻ പണി എന്നുള്ളത്. അവൻ ഒതുക്കി പെറുക്കി തുടങ്ങിയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചുവപ്പ് കുർത്ത. 400 രൂപ താഴെയാണ് കേട്ടോ അത്, നല്ല സ്റ്റഫും. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു അടിയിൽ വൈറ്റ് ലെഗിങ്സ് ഇട്ട് ആ വൈറ്റ് ഷോളും കൂടി ആയ സെറ്റായിരുന്നു. അപ്പോഴാണ് ഡിംപിൾ പറഞ്ഞു മമ്മി വാലായ്മ മറന്നു എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ സത്യത്തിൽ ആ വാലായ്മയുടെ കാര്യം ഓർത്തത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, ആ ടോപ്പുകൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പായിട്ട് നിങ്ങൾ കരോളിന്, പിന്നെ ക്രിസ്മസ് സോങ് മത്സരങ്ങൾക്ക് ഒക്കെ ഒരു 8 ആൾക്ക് 10 ആൾക്കൊക്കെ ഒരുപോലെയൊക്കെ വേണ്ടിയില്ല, അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ ടോപ്പാണ് കേട്ടോ. ആ റെഡും അതെ, ഈ വൈറ്റും അതെ. വൈറ്റ് പിന്നെ ഹക്കോബയുടെ ആയ കാരണം ഒരു ഇത്തിരി വില കൂടുതലുണ്ടാവും മറ്റേതിനെ അപേക്ഷിച്ച്. മറ്റേത് 300 രൂപ താഴെ അങ്ങോട്ടാണ് ഞാൻ കണ്ടത് കേട്ടോ.
ഇങ്ങനെയാണ് ഞാൻ എടുക്കാൻ വിചാരിച്ചത്. ബ്ലാക്ക് റെഡ് ബോട്ടോ വൈറ്റ് ടോപ്പും ഈ റെഡ് ആൻഡ് വൈറ്റ് ഷോളും. അതിൻ്റെ തന്നെ പല കളറുണ്ട് കേട്ടോ ഷോളുകൾ. പിന്നെ ദേ ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ഡിമ്പിളിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്, പക്ഷേ സൈസിലില്ല. ഡിമ്പിളും ഡിവൈനൊക്കെ ഇടുന്ന ഫ്രോക്ക് പോലത്തെയാണ് കേട്ടോ. അപ്പോൾ ഡിമ്പിളിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോൾഡർ ഇത്തിരി കൂടുതലുള്ള കാരണം ഇത്തിരി വൈഡായിട്ട് വേണം, എന്നാൽ ബോഡിയിലേക്ക് താഴേക്ക് അധികം വണ്ണവും വേണ്ട. പക്ഷേ എനിക്ക് എനിക്ക് ഷോൾഡറില്ല, വയറാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെ അപ്പോൾ കുട്ടികൾക്കുള്ള സൈസില്ല. അപ്പോൾ ഡിമ്പിൾ ഇതിങ്ങനെ നോക്കിയിട്ട് പറയായിരുന്നു, അയ്യോ ആശയൊക്കെ ഇടുന്ന പോലത്തെ സെയിം സാധനം, നല്ല ബ്രാൻഡഡ് സാധനങ്ങളായിരുന്നു കേട്ടോ അവിടെ ഉള്ളത്. ആയിരുന്നു എന്നല്ല, ആണ് കേട്ടോ. അപ്പം നല്ല കളറുകളും എല്ലാം കൊണ്ട് എല്ലാത്തിൻ്റെ അതെ തുണി നല്ല നല്ല മെറ്റീരിയലായിരുന്നു അവിടെ ഓരോന്നിൻ്റെയും. അതിൽ ഈ ബ്ലാക്ക് ഫ്രോക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഫുൾ സ്ട്രെച്ചബിൾ ടൈപ്പ്. ഇത് പിന്നെ ഇവിടെ സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ മെറ്റീരിയലൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് കുട്ടികളുടേതായാലും കുർത്തകളായാലും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അവരവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളുടെ സൈസിനായാലും ഇതുപോലത്തെ എൻ്റെ സൈസിനെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ തുണിയെടുത്ത് തയ്ച്ച് നമ്മുടെ ഇതിലേക്ക് ആക്കി തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്രോപ്പ് ടോപ്പുകളാണ്, കുറേ ഉണ്ട് കേട്ടോ, കുറച്ചല്ല കുറേ അധികം ഉണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഡിമ്പിൾ പറയായിരുന്നു, അവിടെ 2-3 ദിവസം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റുഡിയോയിൽ പോയിട്ട് ടോപ്പ് എടുത്തത് റെഡ് ആൻഡ് വൈറ്റിന്. ഇവിടെ വന്നിട്ട് എടുത്താൽ മതിയായിരുന്നു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എന്ന് പറയായിരുന്നു. അത്രയും നല്ല കളക്ഷൻസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവരിൽ ടീനേജ് കുട്ടികളുണ്ടാവും, ചെറുപ്പം കുട്ടികളുടെ, അതായത് ഒരു 10-14 വയസ്സായ കുട്ടികൾക്ക് തൊട്ടുള്ള ഡ്രസ്സ് നമുക്ക് പ്രായമായവർക്ക് വരെയുള്ളത് ഇവിടെ ഉണ്ട്. സ്കേർട്ടായിട്ടും ഫ്രോക്കായിട്ടും എല്ലാതും അതെ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ക്രോപ്പ് ടോപ്സിൻ്റെ സെറ്റാട്ടോ. പിന്നെ ഷർട്ടുകൾ, കൊച്ചു കൊച്ചു ഷർട്ടുകൾ ഇപ്പോൾ ഈ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു വെച്ചാൽ അവിടെ എപ്പോൾ പോകുമ്പോഴും ഞാൻ കുറേ നേരം കുട്ടികളോടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് പോരുക കേട്ടോ. അവിടെ സ്റ്റിച്ച് ചെയ്യുന്നിടത്തും അവർ 4 പേരാണുള്ളത്. പക്ഷെ അവർ 4 പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര കൂട്ടായ്മയുള്ള മക്കളാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് പറയാണ്ട് വയ്യ കേട്ടോ. നമ്മൾ ഒരേപോലെ ഒരു ഡ്രസ്സ് ഇട്ട് അതിലാരാണ് മുതലാളി ആരാണ് തൊഴിലാളി ഒന്നും മനസ്സിലാവില്ല. ഒക്കെ ഒരുപോലെ പെരുമാറാനും എല്ലാതും ഭയങ്കര, നിങ്ങൾക്കറിയാലോ എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാനും അവരോട് സഹകരിച്ച് നിൽക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് നമ്മുടെ പാച്ചുവിൻ്റെ ബർത്ത്ഡേക്ക് ഇതുപോലെ യൂണിഫോം ഇട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനി ടോപ്പുകൾ മാത്രം ഉള്ള സെക്ഷൻ നോക്കാമെന്ന് പറഞ്ഞിട്ട്, നമുക്ക് ആവശ്യം ഇതാണല്ലോ, മറ്റേ കുർത്തയും സാധനങ്ങളൊക്കെ ഡിമ്പിൾ നോക്കിയതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇത് കണ്ട വഴിക്ക് എനിക്ക് ബ്ലാക്കും ആണ്, എന്നാൽ കുറേ എന്താ പറയുക കൂടുതലായിട്ടുള്ള വർക്കും ഇല്ല, എന്നാൽ കാണാനും രസമുണ്ട്. ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളതും ഇവിടുത്തെ തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ബ്രൗൺ ചുരിദാറും ഇവിടുത്തെ തന്നെയാണ്. ചുരിദാറല്ല, കുർത്ത സെറ്റ് ഇവിടുത്തെ തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഡിമ്പിൾ എന്നോട് പറയാം ഇട്ട് നോക്കുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ അത് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക കൗതുകവും കാര്യമൊക്കെ ആണെങ്കിലും ഞാനിത് ഇടുമ്പോൾ ഓർത്തത് എൻ്റെ ചെറുപ്പകാലമാണ്. അതായത് ഞങ്ങൾ 3 പെൺകുട്ടികളും അതെ ഏറ്റവും ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ട് ഞങ്ങൾ എറണാകുളത്തല്ലായിരുന്നേ. അപ്പോൾ മൂത്ത ചേച്ചി ഇതിനൊന്നും സമ്മതിക്കില്ല. ഞാനും രണ്ടാമത്തെ ചേച്ചിയാണ് ഇത് മൊത്തം ചെയ്തിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് അതാണ് ഓർമ്മ വന്നത്. പക്ഷേ 18 വയസ്സ് വരെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തനി വീട്ടമ്മയായിട്ട് മാറി. പിന്നെ എന്താ പറയുക സാധാരണക്കാരിൽ സാധാരണയായിട്ടാണ് ഞാൻ പിന്നെ ആയത്. പക്ഷേ എൻ്റെ ടീനേജ് ഒരു 18 വയസ്സ് വരെയുള്ള സമയം ഏറ്റവും ഫാഷനായിട്ടുള്ള സാധനങ്ങൾ ഇടുക എന്നുള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഇതൊക്കെ മെറ്റീരിയലാണ് കേട്ടോ. എല്ലാതും അതൊരു 1500 താഴെയുള്ളതാണ് ഏറ്റവും നല്ല അതും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അതിൻ്റെ ഷോളുകളാണ് കേട്ടോ. എല്ലാതും വെറൈറ്റി ആയിരുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫങ്ഷൻസിനൊക്കെ ഞാൻ സാരിയാണ് ഉടുക്കുക. ചുരുക്കിപ്പോൾ ഇന്നലെ മരണ വീട്ടിൽ പോയപ്പോഴും തലേ ദിവസം പോയപ്പോൾ ചുരിദാർ കുർത്ത ഇട്ടെങ്കിലും പരിപാടിക്ക് അതായത് ഔദ്യോഗികമായ പരിപാടികൾക്കൊക്കെ ഞാൻ സാരി കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുർത്തകളോ ചുരിദാറുകളോ കൂടുതൽ വിലയ്ക്ക് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഞാനങ്ങനെ കാശ് കളയാറില്ല കേട്ടോ. സാരിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എത്രയോ വർഷം ഇടാം, പക്ഷേ ചുരിദാർ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഞാനങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായെങ്കിലും ഞാൻ എടുത്തില്ല. എന്തിനാ വെറുതെ എടുത്ത് തയ്ച്ച് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഡിസൈനിലുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ നല്ലൊരു ഗൗണാണ്. ഇതിന് സ്ലീവ്ലെസ് അല്ല, ഇതിന് സ്ലീവ് ഉള്ളിലുണ്ട് കേട്ടോ.
അപ്പോൾ അത് സിൽവർ കളറുണ്ട്, ഗോൾഡ് ഉണ്ട്, പല കളറുണ്ട്. 1500 താഴെയാന്ന് തോന്നുന്നുണ്ടത്. അതുപോലെ ഈ ചുരിദാർ നല്ലൊരു സെറ്റ്. ഇതിന് ലൈനിങ് നമ്മൾ എക്സ്ട്രാ എടുക്കണം, പക്ഷേ ഷോള് ഭയങ്കര ഭംഗിയായിരുന്നു. അതുപോലെ വർക്കായാലും ഒക്കെ 1500 താഴെയാണ് കേട്ടോ. അതായത് സ്റ്റിച്ചിങ് ചാർജ് അടക്കം വരുമ്പോൾ 1750 രൂപ 1800 രൂപ ആവുള്ളൂ. അവിടെ തന്നെയുണ്ട് മെറ്റീരിയലും, അവിടെ തന്നെയുണ്ട് ടൈലറും എല്ലതും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയാൻ ഞാൻ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം കിഡ്സിൻ്റെ സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവർ പതുക്കെ നിർത്തി. ഇപ്പോൾ അപ്പുറത്ത് വലിയൊരു ഒരു ഇതുപോലത്തെ ഒരു ഷോപ്പ് തന്നെയായിരുന്നു, അത് നിർത്തിയിട്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കുള്ള സെറ്റുകൾ മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ. കാരണം ഫുൾ ഈ ചുരിദാറിനും ഈ ബാക്കിയുള്ള ഡ്രസ്സുകളിലും കോൺസെൻട്രേറ്റ് ചെയ്ത് കുട്ടികളുടെ പതുക്കെ അവർ മാറ്റിക്കൊണ്ടിരിക്കണം. അപ്പോൾ പിന്നെ ഇനി ഇവർ ചെയ്യാൻ പോണത് ജെൻസിൻ്റെ സെക്ഷൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ജെൻസിൻ്റെയും കൂടി ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ പരിസരത്ത് ഇപ്പോൾ നമുക്ക് പോകുമ്പോൾ ഇപ്പോൾ കുട്ടികളുടെ പാച്ചുവിന് ഒരെണ്ണം, അല്ലെങ്കിൽ തോമുവിന് കൂടെ ഒരെണ്ണം, അല്ലെങ്കിൽ ഡാഡിക്ക് ഒരു ഷർട്ട്, അങ്ങനെ ആവാനായിട്ട് അവിടെ ഇല്ല ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തേ. അപ്പോൾ പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ അവർ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, ടൈലറിനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നടത്തറ സെൻറ്ററിലാണ് ഷാഡോസിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ടെന്ന് കേട്ടല്ലോ, താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കവിടെ തുടരാം. ഏറ്റവും നല്ല രീതിയിൽ പോകാവുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത്. അതായത് എല്ലാവരോടും ഒരുപോലെ ഭംഗിയിൽ പെരുമാറുന്ന, മുതലാളി തൊഴിലാളി എന്നുള്ള ഒരു വ്യത്യാസമില്ലാത്ത ഒരു കടയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒക്കെ ഒരുപോലെ ഡ്രസ്സ് ചെയ്ത് ഭയങ്കര ഐക്യമാണ്. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കൂടി ഒരു ടൂറ് പോലും എടുക്കലും ഭയങ്കര സന്തോഷം തോന്നും. എനിക്ക് തോന്നുന്നു വേറെ ഒരു കടകളിലും കണ്ടിട്ടില്ല. സംഭവം വലിയ കടകളിൽ കുറേ ആളുണ്ടെങ്കിലും ഇത് ചെറിയ കടയായാലും അവർ 4 പേരും തമ്മിലുള്ള ബോണ്ടിങ് ഭയങ്കര രസമാട്ടോ. ഇതൊക്കെ അവിടുത്തെ ആ മോള് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അവിടുത്തെ മെയിൻ കട്ടർ സ്റ്റിച്ച് ചെയ്യുന്ന ആളും ചെയ്യുന്നതാണ്. ആ കുട്ടിയാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ഭംഗിയിൽ നമ്മുടെ ഡ്രസ്സുകൾ തയ്ക്കും എന്ന് പറഞ്ഞത്. ഇവർ 2 പേരാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ. അപ്പോൾ ഇവർ 4 ആൾ കണ്ടോ, പ്ലെയിൻ സാരിയും ബ്ലൗസൊക്കെ കൊടുത്തിട്ട് എപ്പോഴും അങ്ങനെയാണ്. ചുരിദാറായാലും കുർത്തി ആയാലും ഒരുപോലെ ഇട്ടിട്ടാണ് വരിക. അപ്പോൾ മൂപ്പര് സാരി ഉടുക്കാത്ത ആളാണ്, അപ്പോൾ ഇന്ന് നിർബന്ധിച്ച് സാരി ഉടുപ്പിച്ചതാട്ടോ. അപ്പോൾ അങ്ങനെ ഈ മോളും അതെ, ഭയങ്കര തമാശയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ചേട്ടത്തിരിറ്റിമാരോട് അല്ലെങ്കിൽ നമ്മളെ മക്കളോട് പെരുമാറുന്ന പോലെ തമാശയായാലും കളിയായാലും ചിരിയായാലും. അതുകൊണ്ട് തന്നെ നമ്മളൊരു കടയിലേക്ക് കയറുന്ന പോലെയല്ല ഞാനവിടെ ചെല്ലുക കേട്ടോ. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ മുക്കും മൂലയൊക്കെ നിന്ന് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുത്ത് അതിട്ട് നോക്കിയിട്ടൊക്കെ പോരാ. അപ്പോൾ വല്ല പുതിയതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കാണിച്ച് തരുമ്പോൾ ഞാനത് കാണാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ കാണുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാം. അതുവഴി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയി എടുക്കാം. അപ്പോൾ അവർക്കും നല്ലത്, നമ്മൾക്കും നല്ലത്. അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്, നമ്മളെക്കൊണ്ട് പറ്റുന്ന കൊച്ചു കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അങ്ങനെ ഒരു അരമണിക്കൂർ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു, ഞാനും ഡിമ്പിളും. അപ്പാപ്പനും മോനും കൂടിയിട്ട് വണ്ടിയിൽ പോയിരുന്നു. അപ്പാപ്പനൊരു കൊറിയർ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് വന്ന് പാച്ചൂനിയും കൊണ്ട് കാറിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ കാരണം ഇവിടുന്ന് ഓടി നടക്കണേ, മെയിൻ റോഡാണ്. അപ്പോൾ ഓടിപ്പോയിട്ട് വല്ല ഇത് വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പാപ്പനും മോനും കൂടി കാറിൽ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ പർച്ചേസിങ് കഴിഞ്ഞ് ഞാനും ഡിമ്പിളും ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആ ചുരിദാറിൽ ആ കുർത്തയുടെ സെറ്റും ഷോളും മാത്രമാണ് എടുത്തത്. ഡിമ്പിളിനോട് ഞാൻ പറഞ്ഞപ്പോൾ ഡിമ്പിൾ സൈസ് നോക്കിയിട്ട് ഞാനും ഡിവൈനും വന്ന് എടുത്തോളാമെന്ന് പറഞ്ഞു. അപ്പം മതി, കുട്ടികൾക്ക് ആവശ്യമുള്ളത് കുട്ടികൾ എടുത്തോട്ടെ. കഴിഞ്ഞ പ്രാവശ്യം വരെ ഇവിടെ നിന്നാണ് ക്രിസ്മസിന് നമ്മുടെ പാച്ചൂനും തോമൂനും എടുത്തത്. പക്ഷേ ഇപ്രാവശ്യം അവരുടെ പ്രായമുള്ള സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ അവരുടെ 4 കൂടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്, അപ്പോൾ അവർക്കും അതെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര താല്പര്യമുള്ളതാണ്. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഡിമ്പിളിനെയും കൂടി നിർത്തി ഫോട്ടോ എടുത്ത് ഞങ്ങളതേ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ശരിക്കും 3:30-4 മണി ആയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ 4:30-5 ആകുമ്പോഴേക്ക് മടങ്ങി. അപ്പോൾ ഞാൻ പതിവുപടി സ്നാക്സ് എന്തെങ്കിലും വാങ്ങിക്കുന്നു. ഇപ്പോൾ ചെന്നിട്ട് ഉണ്ടാക്കാനും എടുക്കാനൊന്നും നേരമില്ല. അപ്പോൾ ഇനിയിപ്പോൾ പാറു അടുത്ത ആഴ്ച വരുമ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയും എടുക്കുകയും ചെയ്യാം. ഇതിപ്പോൾ കുട്ടികളെ ഇട്ടിട്ട് അവർക്കും വയ്യ, എനിക്കും പറ്റണില്ല. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം കഴിക്കാനുള്ളത് വാങ്ങുക, കുട്ടികൾ കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇന്നലെ ഞങ്ങൾ പോയില്ലേ സിഡാറിൻ്റെ അവിടെ,
അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത് സ്നാക്സ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രെഡൊക്കെ ഉണ്ടാക്കി ബൾക്കായിട്ട് ഓരോ ഷോപ്പുകളിലേക്ക് കൊടുക്കണ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സഖാവ് ദേ അപ്പാപ്പൻ്റെ കൂടെ ഫ്രണ്ടിലിരിക്കുകയാണ് കേട്ടോ. ഇരുന്ന് തൊട്ടടുത്താണല്ലോ, അപ്പോൾ കുറച്ച് വഴിയുള്ളൂ. അപ്പോൾ എന്തായാലും അവിടെ ഇരിക്കട്ടെ വെച്ചിട്ട് ഇരുന്നു. അവൻ അവിടെ ഡോണങ്കയുടെ പോലെ ഗൂഗിൾസൊക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തോമു നല്ല കളിയാണ്, മുകളിൽ നിന്ന് കളിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ വേഗം ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കണ്ടപ്പോഴേക്കും മൂപ്പര് ഓടിയെത്തി. അങ്ങനെ ദേ ഓച്ചു ഗേറ്റ് തുറന്നു, ഞങ്ങളകത്തേക്ക് കയറി. അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചവരെ 5 മണി വരെയുള്ള വിശേഷം. ബാക്കി വിശേഷമായിട്ട് ഞാൻ ഇന്ന് തന്നെ വൈകിട്ട് വരാം കേട്ടോ. കാരണം ഫുൾ ഡേ വിശേഷം പറഞ്ഞില്ലെങ്കിൽ എനിക്കും സങ്കടം, നിങ്ങൾക്കും എന്താണാവുമെന്ന് അറിയാനുള്ള താല്പര്യം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം വരാം കേട്ടോ.